നമസ്കാരം, മെഡിക്കൽ ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ഇന്ന് മെഡിക്കൽ ബുള്ളറ്റിൻ ചർച്ച ചെയ്യുന്നത് ഹൃദയ സംബന്ധമായ രോഗങ്ങളെക്കുറിച്ചും ശസ്ത്രക്രിയകളെക്കുറിച്ചുമാണ്. ഈ വിഷയത്തിൽ കൂടുതൽ സംസാരിക്കുന്നതിനായി നമ്മോടൊപ്പം ചേരുന്നത് ലൈഫ് ലൈൻ ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സാണ്. നമസ്കാരം ഡോക്ടർ. നമസ്കാരം. ശരിക്കും എന്താണ് ഈ ഹാർട്ട് അറ്റാക്ക്? ഹാർട്ട് അറ്റാക്ക് തീർച്ചയായിട്ടും എല്ലാവർക്കും സംശയം ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ഹാർട്ട് അറ്റാക്ക്. പല ടേംസ് നമ്മൾ കേൾക്കാറുണ്ട്. ഹാർട്ട് അറ്റാക്ക്, കാർഡിയാക് അറസ്റ്റ്, ഹൃദയാഘാതം. അപ്പോൾ എസെൻഷ്യലി ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത് മലയാളത്തിൽ ഹൃദയ ആഘാതം എന്നുള്ളതാണ്. നമ്മുടെ ഹൃദയം വളരെ കഠിനാധ്വാനിയായ ഒരു അവയവമാണ്. നമ്മുടെ 24 hours 365 days a year ഹാർട്ട് നമുക്ക് വേണ്ടി പമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഹാർട്ടിന് സ്വന്തമായിട്ട് ബ്ലഡ് കിട്ടാനായിട്ട് രക്തക്കൊഴലുകൾ ആവശ്യമാണ്. അപ്പോൾ ഹാർട്ട് പമ്പ് ചെയ്താണല്ലോ ശരീരത്തിലെ എല്ലാ അവയവങ്ങൾക്കും രക്തം കിട്ടുന്നത്. ഈ ഹാർട്ടിന് സ്വന്തമായി രക്തം കിട്ടാനായിട്ട് രക്തം നൽകുന്ന രക്തധമനികളെയാണ് നമ്മൾ കൊറോണറി ആർട്ടറീസ് എന്ന് പറയുന്നത്. ഈ രക്തക്കൊഴലുകളിൽ എന്തെങ്കിലും കാരണവശാൽ കൊളസ്ട്രോൾ ഡെപ്പോസിറ്റോ അല്ലെങ്കിൽ കാൽഷ്യം ഡെപ്പോസിറ്റോ മറ്റു പദാർത്ഥങ്ങളുടെ ഡെപ്പോസിറ്റോ കാരണം ബ്ലോക്ക് ഉണ്ടാകുമ്പോൾ ഹൃദയത്തിന് വേണ്ട രക്തം കിട്ടാതെ വരുന്നു. ആ ഒരു അവസരത്തിലാണ് നമുക്ക് നെഞ്ചുവേദന അല്ലെങ്കിൽ അഞ്ചൈന അനുഭവപ്പെടുന്നത്. പെട്ടെന്ന് ഒരു സാഹചര്യത്തിൽ ഈ ഹാർട്ടിൽ ബ്ലോക്കുകൾ ഉണ്ടാവുകയോ ഹാർട്ടിലേക്കുള്ള രക്തോട്ടം കുറയുകയോ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സ്ഥിതിവിശേഷമാണ് നമ്മൾ ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ കോമൺ ആയിട്ട് ഇതിൻ്റെ ലക്ഷണം എന്ന് പറയുന്നത് പെട്ടെന്നുണ്ടാകുന്ന നെഞ്ചുവേദന, അതായത് നെഞ്ചിൻ്റെ നടുവശത്തോ അല്ലെങ്കിൽ ഇടതുഭാഗത്തോ ശക്തമായ വേദന. ചില ആൾക്കാർ അതിനെ പുകച്ചിലെന്ന് പറയും, ചിലർ എരിച്ചിലെന്ന് പറയും, ചിലർ പറയും ഒരു ഡോക്ടർ ഒരു 10 കിലോ വെയിറ്റ് എടുത്ത് നെഞ്ചിൽ വെച്ചിരിക്കുന്ന പോലെയാണെന്ന് പറയും. അപ്പോൾ പല രീതിയിലാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ചില ആൾക്കാർക്ക് ഈ നെഞ്ചുവേദനയുടെ കൂടെ ഹൃദയം ഒരു അല്പം ഇടതുപക്ഷ ചായമുള്ള ഒരു അവയവമാണ്. നമ്മുടെ നെഞ്ചിൻ്റെ ഇടതുപക്ഷത്തേക്ക് ചരിഞ്ഞാണ് ഇരിക്കുന്നത്. അപ്പോൾ യൂഷ്വലി ലെഫ്റ്റ് സൈഡിലാണ് വേദന വരുന്നത്, എങ്കിലും ചില ആൾക്കാർക്ക് റൈറ്റ് സൈഡിൽ വേദന വരാറുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഈ വേദന ചിലപ്പോൾ കഴുത്തിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ താടിയലിലേക്കോ വ്യാപിക്കാറുണ്ട്. അതുപോലെ തന്നെ ചില ആൾക്കാർക്ക് ഈ നെഞ്ചുവേദന പടർന്ന് ഇടത് കയ്യിൽ വരാറുണ്ട്. അപ്പോൾ ഇത്രയും ലക്ഷണങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഡയബറ്റിസ് പോലെയുള്ള അസുഖങ്ങളുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ നെഞ്ചുവേദന അറ്റാക്കിൻ്റെ ഭാഗമായിട്ട് വരണം എന്ന് തന്നെയില്ല. അതിനെ നമ്മൾ സൈലന്റ് അറ്റാക്ക് എന്ന് പറയും. ഡയബറ്റിസ് ഉള്ള രോഗികളിലാണ് അത് കൂടുതലായിട്ട് കാണുന്നത്. ഇങ്ങനെയുള്ള പേഷ്യൻസിന് പലപ്പോഴും അമിതമായിട്ടുള്ള വിമിഷ്ടം, വെറുതെ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ വീട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു വിമിഷ്ടം ഉണ്ടാകുന്നു, ശ്വാസം കിട്ടാത്ത പോലത്തെ അവസ്ഥ. അപ്പോൾ ചില ആൾക്കാർക്ക് ശ്വാസം മുട്ടലായിട്ടും വരാം. പക്ഷേ കൂടുതലും നെഞ്ചുവേദനയായിട്ടാണ് ഹാർട്ട് അറ്റാക്ക് വരുന്നത്. എന്താണ് ഇതിന് മെയിനായിട്ടുള്ള കാരണം ഹാർട്ട് അറ്റാക്ക് വരാനായിട്ട്? തീർച്ചയായിട്ടും എല്ലാ കഥകളിലും വില്ലന്മാർ ഉണ്ട്. ഇപ്പോൾ ഹാർട്ട് അറ്റാക്കിൻ്റെ കഥയിലെ വില്ലന്മാർ ഒരുപാട് വില്ലന്മാരുണ്ട്. അപ്പോൾ ഇതിൽ ചില കാര്യങ്ങൾ നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട്, ചിലത് നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. മോഡിഫൈ ചെയ്യാൻ പറ്റാത്തതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പ്രായം ആണ്, ഏജ്. അപ്പോൾ നോർമലായിട്ട് ഏജ് അഡ്വാൻസ് ചെയ്യുന്തോറും നമുക്ക് ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യത കൂടിക്കൂടി വരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഇപ്പോൾ നമ്മുടെ മമ്മൂക്കയ്ക്ക് മാത്രമാണ് പ്രായമാവാത്തത്, ബാക്കി നമ്മളെല്ലാവർക്കും പ്രായമാവുന്നുണ്ട്. അപ്പോൾ ഏജ് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. രണ്ടാമത്തെ ഫാക്ടർ മെയിൽ സെക്സ്. ആണുങ്ങൾക്ക് പൊതുവെ ഹാർട്ട് അറ്റാക്ക് സ്ത്രീകളെ അപേക്ഷിച്ച് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതിന് കാരണം മെനോപോസ് വരെ സ്ത്രീകൾക്ക് നോർമലായിട്ടുള്ള ഒവേറിയൻ ഹോർമോൺസ്, ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ പോലെയുള്ള ഹോർമോൺസ് മൂലം സ്ത്രീകൾക്ക് പ്രൊട്ടക്ഷൻ നോർമലി തന്നെ ഉണ്ട്. അത് രണ്ടാമത്തെ കാര്യം. പിന്നെ ഉള്ളത് നമ്മൾ പ്രധാനമായിട്ട് ഹാർട്ട് അറ്റാക്കിൻ്റെ റിസ്ക് ഫാക്ടേഴ്സ്, ട്രഡീഷണൽ റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഹൈപ്പർ ടെൻഷൻ, അമിതമായ രക്തസമ്മർദ്ദം, BP വളരെ കൂടുതലുള്ള ആൾക്കാർക്ക്. രണ്ടാമത് ഡയബറ്റിസ്, ബ്ലഡ് ഷുഗർ കൂടുതലായിട്ടുള്ള ആൾക്കാർ. മൂന്നാമത് കൊളസ്ട്രോൾ, ഡിസ്ലൈപ്പിഡീമിയ, കൊളസ്ട്രോൾ ലെവൽസ് അമിതമായിട്ടുള്ളത്. ഇത് കൂടാതെ അമിതവണ്ണമുള്ള ആൾക്കാർക്ക് ഒബീസിറ്റി ഇതിനൊരു റിസ്ക് ഫാക്ടറാണ്. പിന്നെ നമ്മൾ എപ്പോഴും ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സ്മോക്കിംഗ് വളരെ പ്രധാനമായിട്ടുള്ളൊരു റിസ്ക് ഫാക്ടറാണ്. പിന്നെ ജനറ്റിക് ആയിട്ടുള്ള ഫാക്ടേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫാമിലി ഹിസ്റ്ററി, ഒരു കുടുംബത്തിൽ തന്നെ നമ്മുടെ പേരൻസിനോ അല്ലെങ്കിൽ അങ്കിൾസിനോ അറ്റാക്കൊക്കെ ഉണ്ടെങ്കിൽ വരാനുള്ള ചാൻസ് ഉണ്ട്. ഈ യുവാക്കൾക്ക് അല്ലെങ്കിൽ യുവതികൾക്ക്, യങ് ഏജിലുള്ള ആളുകൾക്ക് ഹാർട്ട് അറ്റാക്ക് വരാൻ ചാൻസ് ഉണ്ടോ? തീർച്ചയായിട്ടും. ഞാൻ നേരത്തെ പറഞ്ഞു ഏജ് അഡ്വാൻസ് ചെയ്യുമ്പോഴാണ് ഹാർട്ട് അറ്റാക്ക് വരാൻ സാധ്യത കൂടുതലായിട്ടുള്ളത്. എങ്കിലും നമ്മൾ പണ്ടത്തെ അപേക്ഷിച്ച് ഇപ്പോൾ നമ്മൾ അൺഫോർച്ചുനേറ്റ്ലി ഒരുപാട് യങ്ങർ ആൾക്കാർക്ക് ഹാർട്ട് അറ്റാക്ക് വരികയും പെട്ടെന്നുള്ള അപകടങ്ങൾ സംഭവിക്കും. നമ്മളെല്ലാവരും പേപ്പറിലും ന്യൂസിലും എല്ലാം കാണാറുണ്ട്. അപ്പോൾ യങ് ഏജിലുള്ള ഹാർട്ട് അറ്റാക്ക് ഇപ്പോൾ നമ്മൾ കൂടുതലായിട്ട് കാണാറുണ്ട്. ഫോർ എക്സാമ്പിൾ കഴിഞ്ഞ ഒരു മാസത്തിൽ തന്നെ നമ്മൾ 22-30 വയസ്സ് ആ ഒരു പ്രായത്തിലുള്ള ആൾക്കാരിൽ പോലും ഹാർട്ട് അറ്റാക്ക് കാണുന്നു. പണ്ടൊന്നും അങ്ങനെ നമ്മൾ കേൾക്കാറ് പോലും ഇല്ലായിരുന്നു. അപ്പോൾ അതിനൊരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം എന്ന് പറയുന്നത് നമ്മൾ സ്മോക്കിംഗ് ആണ്. ഏറ്റവും വളരെ സിമ്പിളായിട്ടുള്ള ലളിതമായിട്ടുള്ള കാര്യം സ്മോക്കിംഗ് ആണ് യങ്സ്റ്റേഴ്സിൽ കൂടുതലായിട്ടും ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ പുകവലി നിർത്തുക എന്നുള്ളത് യങ്സ്റ്റേഴ്സിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതുപോലെ സ്ത്രീകളിൽ ഹാർട്ട് അറ്റാക്ക് എങ്ങനെയാണ്, അതിൻ്റെ റേറ്റ് ഒക്കെ എങ്ങനെയാണ്?
സ്ത്രീകളുടെ വരാൻ ചാൻസ് വളരെ കൂടുതലാണോ? ഞാൻ നേരത്തെ പറഞ്ഞു ആണുങ്ങൾക്കാണ് കൂടുതൽ വരുന്നത്. അപ്പോൾ നമ്മുടെ പ്രേക്ഷകരിലെ സ്ത്രീകളുണ്ടെങ്കിൽ അപ്പോൾ സന്തോഷിച്ചാണ്. പക്ഷേ എപ്പോഴും അങ്ങനെ ആവണമെന്നില്ല. കാരണം നേരത്തെ പറഞ്ഞ പോലെ മെനോപോസ് വരെയാണ് ഈ പ്രൊട്ടക്ഷൻ ഉള്ളത്. മെനോപോസ് കഴിഞ്ഞ സ്ത്രീകൾക്ക് നമ്മുടെ പുരുഷന്മാരെ പോലെ തന്നെ ഹാർട്ട് അറ്റാക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. എന്ന് വെച്ചാൽ മെനോപോസ് കഴിഞ്ഞാൽ ഉടനെ അയ്യോ ഞാൻ ഇനി ഹൃദ്രോഗിയാവോ എന്ന് പേടിച്ച് ജീവിക്കാനല്ല, പക്ഷെ പ്രിക്കോഷൻസ് നമ്മൾ എടുക്കണം. രണ്ടാമത്തെ കാര്യം, ഈ ഈവൻ നോർമൽ മെനോപോസ് ആകുന്നതിന് മുമ്പുള്ള ചെറുപ്പക്കാരായ സ്ത്രീകളാണെങ്കിൽ തന്നെ ഡയബറ്റിസ് ഉള്ള സ്ത്രീകൾക്ക് ഈ റിസ്ക് വരാനുള്ള ചാൻസ് കൂടുതൽ. ഇപ്പോൾ ഡയബറ്റിസ് ഉണ്ടെങ്കിൽ നമുക്ക് ഹോർമോൺസിൻ്റെ പ്രൊട്ടക്ഷൻ അത്രയും കിട്ടത്തില്ല. സാധാരണ ഒരു ഡയബറ്റിസ് ഇല്ലാത്തൊരു പേഷ്യൻറ്റിനെ അപേക്ഷിച്ച് അത്രയും കിട്ടത്തില്ല. സ്ത്രീകൾക്ക് ഹാർട്ട് അറ്റാക്ക്, ഇപ്പോൾ പണ്ടത്തെ കാലഘട്ടത്തിൽ ഹാർട്ട് അറ്റാക്ക് പേഷ്യൻസിൻ്റെ വാർഡ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ആണുങ്ങൾ മാത്രമേ കാണാറുള്ളൂ. അപ്പോൾ നമ്മളൊരു ഹാർട്ട് അറ്റാക്ക് രോഗിയെ സങ്കല്പിക്കാൻ പറഞ്ഞാൽ നമ്മളെല്ലാവരും ഒരു മിഡിൽ ഏജിൽ ഒരു മെയിലിൻ്റെ ആയിരിക്കും നമ്മൾ ആലോചിക്കും. പക്ഷെ അങ്ങനെയല്ല. ഇപ്പോൾ ഞാനിപ്പോൾ ഇൻ്റർവ്യൂവിന് മുമ്പ് ഇപ്പോൾ ICU വന്നപ്പോൾ കണ്ടതും ഒരു ഹാർട്ട് അറ്റാക്ക് ഉള്ള ഒരു ലേഡിയാണ് കണ്ടത്. അപ്പോൾ വിമനിൽ ഹാർട്ട് ഡിസീസ് ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ലൈഫ് സ്റ്റൈൽ ഡെഫിനറ്റ്ലി ഒരുപാട് ഫാക്ടർ തന്നെയാണ്. ഈ ഡയബറ്റീസും ഫാമിലി ഹിസ്റ്ററിയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സ്ത്രീകളിൽ. അതുപോലെ തന്നെ നമ്മൾ സോഷ്യൽ ഒരു ആസ്പെക്റ്റിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ കുടുംബത്തിലെ ഒരു ഗൃഹനാഥന് ഒരു മെയിലിന് അസുഖം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പോവുകയും അതിന് വളരെ പ്രാധാന്യം കൊടുക്കുകയും എല്ലാം ചെയ്യും. പക്ഷെ സ്ത്രീകൾക്ക് വരുമ്പോൾ അൺഫോർച്ചുനേറ്റ്ലി അത്രയും പലപ്പോഴും സ്ത്രീകൾ അവരുടെ സിംറ്റംസ് പറയാറില്ല. നമ്മുടെ സ്വയം അത് കുഴപ്പമില്ല, അത് പറയണ്ട, മകനോട് പറയണ്ട, ഭർത്താവിനോട് പറയണ്ട, അതങ്ങനെ വെച്ചുകൊണ്ടിരിക്കും. അപ്പം അങ്ങനെ വരാൻ പാടില്ല. ഇപ്പം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്സ് എന്തൊക്കെയാണ് ഹാർട്ട് അറ്റാക്ക്? ഈ ഹാർട്ട് രണ്ട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഒന്ന്, ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്ന ആ പേരിലുള്ള പോലെ തന്നെ പെട്ടെന്നുണ്ടാകുന്ന ഒരു സംഭവം. ഹാർട്ടിൽ ബ്ലോക്ക് വന്നിട്ടാണ് അറ്റാക്ക് ഉണ്ടാകുന്നത്. എന്നാൽ എപ്പോഴും ഈ ബ്ലോക്കുകൾ അറ്റാക്ക് ആയിട്ടാണോന്നില്ല മാനിഫെസ്റ്റ് ചെയ്യും. ചിലർക്ക് അറ്റാക്ക് ആയിട്ട് വരത്തില്ല, പക്ഷെ നടക്കുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് നേരം കയറ്റം കയറുമ്പോൾ ഒരു നെഞ്ചിനകത്തൊരു പിടുത്തം, ഒരു ഭാരം. ഷട്ടിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്, 2-3 മാസമായിട്ട് കളിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ഒരു 2 ആഴ്ചയായിട്ട് കളിക്കുമ്പോൾ നെഞ്ചിനകത്തൊരു ഭാരം. അല്ലെങ്കിൽ എല്ലാ വർഷവും ശബരിമലയ്ക്ക് പോകുന്ന ആളാണ്. ഈ വർഷം പോയിട്ട് വന്നപ്പം ഡോക്ടർ മല കയറിയപ്പോൾ എനിക്ക് പഴയ പോലെ പറ്റുന്നില്ല, ഇടയ്ക്ക് നിന്ന് പോകേണ്ടി വരുന്നു, ഇടയ്ക്കൊരു അസ്വസ്ഥത തോന്നുന്നു. അപ്പോൾ ഇതൊക്കെ ആൻജൈനയുടെ ലക്ഷണം. അറ്റാക്ക് വരുന്നതിന് മുമ്പേ ഉള്ള വാർണിംഗ് സൈൻസ് ആണ് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുന്നത്. അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും നേരത്തെ കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുക. കാരണം ഈ ബ്ലഡ് ഫ്ലോ കുറഞ്ഞു കഴിഞ്ഞാൽ ഹാർട്ട് മസിൽ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, അങ്ങനെയാണ് പമ്പ് ചെയ്യുന്നത്. അപ്പോൾ ഈ ട്രീറ്റ്മെൻറ്റ് ഡിലേ വരുന്തോറും ഈ മസിലിനുള്ള ഡാമേജ് കൂടിക്കൊണ്ടിരിക്കും. അപ്പം നമ്മൾ ഇനിഷ്യൽ പീരീഡിൽ തന്നെ ഒരു ST എലിവേഷൻ MI എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഹാർട്ട് അറ്റാക്ക്, രക്തക്കുഴലിൽ 100% അടഞ്ഞുപോയി പെട്ടെന്നുണ്ടാകുന്ന അറ്റാക്ക്, അതിനെക്കുറിച്ചാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഏറ്റവും അടുത്ത് തന്നെ നമ്മൾ ഡയഗ്നോസിസ് പെട്ടെന്ന് ചെയ്യുക. അപ്പോൾ എല്ലാവരും ഗ്യാസ് ആണെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കും. നമുക്ക് വന്നാലും നമ്മളും ആഗ്രഹിക്കുന്നത് ഓക്കെ എന്നാൽ ഒരു ഗ്യാസ് ആയിരിക്കാം, ഇച്ചിരി വെള്ളം കുടിക്കാം, ചിലർ പറയും സോഡ വാങ്ങിച്ചു കുടിച്ചു. അപ്പോൾ ഇത് റെക്കഗ്നൈസ് എന്തെങ്കിലും വാസ്തവമുണ്ടോ? ഈ ഗ്യാസിന് തന്നെ സോഡ കുടിച്ചിട്ട് ഇല്ല, കാര്യമില്ല, അങ്ങനെ കാര്യമില്ല. പക്ഷേ ഇപ്പൊ എല്ലാ ഗ്യാസും ഹാർട്ട് അറ്റാക്ക് ആണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ ശ്രദ്ധിക്കണം. അപ്പം ഗ്യാസ് ഉള്ളവരെല്ലാം പേടിച്ച് അയ്യോ എനിക്ക് അറ്റാക്ക് ആണെന്ന് പറയാനല്ല. നമുക്ക് എന്തൊക്കെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ആണ് ഒരു ബെറ്റർ ഹാർട്ട് ഹെൽത്തിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്? അപ്പോൾ ലൈഫ് സ്റ്റൈലിൽ ഇപ്പോൾ ഇതിനെല്ലാം നമ്മൾ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് എന്നാണ് പറയുന്നത്. ഈ ഡയബറ്റിസ്, ഹൈപ്പർടെൻഷൻ, കൊളസ്ട്രോൾ, ഇതെല്ലാം ചേർത്തിട്ടാണ് നമ്മൾ ലൈഫ് സ്റ്റൈൽ. അപ്പോൾ ലൈഫ് സ്റ്റൈൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ നമ്മൾ വേറൊരു കാര്യം മനസ്സിലാക്കാനുള്ളത്, നമ്മൾ ഈജിപ്ഷ്യൻ മമ്മീസ്, ഫറോസിനെയൊക്കെ പറ്റി വായിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു മേജർ ഇൻ്റർനാഷണൽ സ്റ്റഡി ഉണ്ടായിരുന്നു. ഈജിപ്തിലെ മമ്മീസിനെയൊക്കെ എക്സ്കവേറ്റ് ചെയ്തിട്ട് അവരുടെയൊക്കെ ഹാർട്ടിൻ്റെ CT സ്കാൻ ചെയ്തു. അപ്പോൾ അതിനകത്ത് കണ്ടത് അന്ന് ഫറോവൻസിൻ്റെ പീരീഡിൽ പോലും ഹാർട്ടിൻ്റെ രക്തക്കുഴലിൽ ഇതുപോലെ ബ്ലോക്കും കാൽസ്യം ഡെപ്പോസിറ്റും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് KFCയും McDonald'sഉം കഴിച്ചിട്ടല്ലല്ലോ ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ആണ്. ഈവൻ വേൾഡ് വാർ, കൊറിയൻ വാർ സമയത്തൊക്കെ ചെറുപ്പക്കാരുടെ ഈ വാറിൽ മരിച്ചു വീഴുന്ന ചെറുപ്പക്കാരുടെ ഓട്ടോപ്സി സ്റ്റഡീസിലും എല്ലാം കണ്ടത് ഈ അതെറോസ്ക്ലിറോസിസ്, അതായത് ബ്ലോക്കുകൾ ഉള്ള പ്രക്രിയ അവർക്കും ഉണ്ടായിരുന്നു എന്നാണ്. അപ്പോൾ ലൈഫ് സ്റ്റൈൽ ഇമ്പോർട്ടൻ്റ് ആണ്, ഡെഫിനറ്റ്ലി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് നമ്മളെല്ലാവരും എപ്പോഴും പറയുകയും എന്നാൽ ചെയ്യാൻ പറ്റാതെയോ അല്ലെങ്കിൽ എന്തെങ്കിലും എക്സ്ക്യൂസ് കണ്ടുപിടിച്ച് ചെയ്യാതിരിക്കുന്നതും കാര്യം, അഡിക്വേറ്റ് ആയിട്ടുള്ള എക്സസൈസ്, വ്യായാമം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഹാർട്ട് ഹെൽത്തിന് ഇമ്പോർട്ടൻ്റ് ആണ്. 2, ഭക്ഷണത്തിലെ രീതികൾ, ഡയറ്ററി മോഡിഫിക്കേഷൻസ് എന്ന് വെച്ചാൽ രോഗിയായിട്ട് ജീവിക്കണം എന്നല്ല, എല്ലാ ഭക്ഷണവും നമുക്ക് കഴിക്കുന്ന ഒരു മിതത്വം, എല്ലാത്തിലും ഒരു മിതമായിട്ട് ചെയ്യുക. ഇപ്പോൾ എൻ്റെ ഫേവറേറ്റ് ഫുഡ് എന്ന് പറയുന്നത് ചിക്കൻ ബിരിയാണിയാണ്. അപ്പോൾ എന്ന് വെച്ചാൽ എല്ലാ ദിവസവും നമ്മൾ ചിക്കൻ ബിരിയാണി കഴിക്കുന്നതല്ല. നമ്മുടെ പേഷ്യൻസ് പറയും അറ്റാക്ക് കഴിഞ്ഞിട്ട് ഡോക്ടറെ എനിക്കിനി മീൻ കഴിക്കാമോ, ചിക്കൻ കഴിക്കാം. അപ്പോൾ നമുക്ക് എല്ലാം കഴിക്കുന്നത് നമ്മൾ ചെറിയ മോഡിഫിക്കേഷൻസ് നമ്മൾ വരുത്തുക. ഫ്രീക്വൻസി കുറയ്ക്കുക അല്ലെങ്കിൽ ക്വാണ്ടിറ്റി കുറയ്ക്കുക. അപ്പോൾ 2 പീസ് കഴിക്കുന്നതിന് പകരം 1 പീസ് കഴിക്കുക.
ചോറ് 2 നേരം കഴിക്കുന്നതിന് പകരം 1 നേരം കഴിക്കുക. വല്ലപ്പോഴും സ്വന്തം മകൻ്റെയോ മകളുടെയോ ബർത്ത്ഡേ ആണെങ്കിൽ ഒരല്പം കേക്ക് പോലും കഴിക്കാതെ ദുഃഖിക്കേണ്ട കാര്യമില്ല. മെജോറിറ്റി ഓഫ് ഡേയ്സ് നമ്മൾ കഴിക്കാതിരിക്കുക, എന്തെങ്കിലും വിശേഷ ദിവസം മാത്രം അത്യാവശ്യത്തിന് കഴിക്കുക. അപ്പം പ്രാക്ടിക്കലായിട്ട് നമ്മൾ ഒരുപാട് സ്ട്രിക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ അത് സസ്റ്റെയിൻ, കാരണം ഇതൊക്കെ നമ്മൾ കുറച്ച് ദിവസത്തേക്കല്ല പറയുന്നത്, ജീവിതകാലം മുഴുവൻ ഫോളോ ചെയ്യാനുള്ള. അപ്പം നമ്മൾ ഫോളോ ചെയ്യാൻ പറ്റുന്ന നിർദ്ദേശങ്ങൾ നമ്മൾ പാലിക്കുക. അത് ഓരോ പേഷ്യൻറ്റും ഡിഫറെൻ്റ് ആണ്. ആൽക്കഹോളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എസ്പെഷ്യലി യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിൽ ഇപ്പോൾ സ്മോക്കിംഗ് നമ്മുടെ നാട്ടിൽ കുറഞ്ഞു, അതിനനുസരിച്ച് ആൽക്കഹോൾ കൂടിയിട്ടുണ്ട്. അപ്പോൾ പലരും പറയാറുണ്ട് ഒരല്പമൊക്കെ ആകാം, കുഴപ്പമില്ല, അങ്ങനെ ഒരു പഠനവും ക്ലിയർ ആയിട്ടൊന്നും കാണിച്ചിട്ടില്ല. ആൾക്കാർ സൗകര്യാർത്ഥം അങ്ങനെ പറയുന്നു. രണ്ടാമത്തെ കാര്യം, പ്രത്യേകിച്ച് ഈ ഹാർട്ട് അറ്റാക്ക് കഴിഞ്ഞ് ഹാർട്ടിൻ്റെ പമ്പിങ്ങിന് പ്രശ്നമുള്ളവർക്കോ അല്ലെങ്കിൽ ഹാർട്ടിൻ്റെ താളത്തിന് പ്രശ്നമുള്ള ആൾക്കാർ തീർച്ചയായിട്ടും ആൽക്കഹോൾ അവോയ്ഡ് ചെയ്യണം. കാരണം ആൽക്കഹോളിൽ പിന്നെയും പമ്പിങ് കുറയ്ക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ ഹാർട്ടിന് മാത്രമല്ല അത് ബാധിക്കുന്നത്, മെയിനായിട്ട് ലിവറിനും പ്രോബ്ലംസ് ഉണ്ടാക്കും. അപ്പോൾ നമ്മൾ ഹാർട്ടിന് വേണ്ടി കഴിക്കുന്ന പല മെഡിസിൻസും ലിവറിൽ ആണ് നമ്മൾ ആക്ട് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ശരിക്കും സ്മോക്കിംഗ് എങ്ങനെയാണ് ഹാർട്ട് ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്? നമ്മൾ സ്മോക്കിംഗ് ടൊബാക്കോയിലുള്ള പല കണ്ടൻസും നമ്മൾ കത്തിച്ചു കഴിഞ്ഞാൽ അതിലുണ്ടാകുന്ന ഒരുപാട് ടോക്സിക് കെമിക്കൽസ് നമ്മൾ അബ്സോർബ് ചെയ്ത് നമ്മുടെ ബ്ലഡ് സ്ട്രീമിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ രക്തക്കുഴലിൽ എവിടെയൊക്കെ രക്തക്കുഴലുണ്ടോ അവിടെയൊക്കെ ഈ ഡാമേജ് ഉണ്ടാവും. ഈ സ്മോക്കേഴ്സിൽ ഉണ്ടാകുന്ന ഹാർട്ട് അറ്റാക്കിൽ നമ്മൾ പലപ്പോഴും കാണുന്നത് ഈ ബ്ലോക്ക്, കൊളസ്ട്രോൾ കാൽഷ്യം ബ്ലോക്കുകളിൽ ഉണ്ട്. അത് കൂടാതെ ഒരുപാട് രക്തക്കട്ട, ത്രോംബസ് ഉണ്ടാകുന്ന കണ്ടീഷൻ. അപ്പോൾ നമ്മൾ പലപ്പോഴും കാണാറുണ്ട് ഡാമേജ്, അവിടെ രക്തക്കട്ട ഉണ്ടാവും. അപ്പോൾ ഇത് ആൻജിയോപ്ലാസ്റ്റി ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ നോർമൽ ആൻജിയോപ്ലാസ്റ്റി പോലെ ചിലപ്പം പറ്റത്തില്ല. കാരണം എത്ര നമ്മൾ അത് വലിച്ചെടുത്താലും പിന്നെയും രക്തക്കട്ട ഉണ്ടാകുന്ന സിറ്റുവേഷൻസ് വരാറുണ്ട്. അത് ഹാർട്ടിൽ മാത്രമല്ല, പല പേഷ്യൻസും സ്മോക്കേഴ്സിന് ഉള്ള സിംറ്റംസ് നടക്കുമ്പോൾ കാലിൽ വേദന ഉണ്ടാകും. അപ്പോൾ നമ്മൾ നടക്കുമ്പോൾ നെഞ്ചുവേദന കാണിക്കുന്നത് ഹാർട്ടിലെ രക്തോട്ടം കുറവാണ്. അതുപോലെ നടക്കുകയോ കയറ്റം കയറുകയോ ചെയ്യുമ്പോൾ കാലിലെ മസിൽസിന് പിടുത്തം, മുട്ടിന് മുകളിലോ മുട്ടിന് താഴെയുള്ള മസിൽസ്, അതിന് ക്ലോഡിക്കേഷൻ എന്ന് പറയും. ഇതും സ്മോക്കേഴ്സിൽ കൂടുതലായിട്ട് കാണാം. കാലിലേക്കുള്ള രക്തോട്ടത്തിലും ഇതേപോലെ ബ്ലോക്കുകൾ വരാം. ഈ ഹാർട്ട് അറ്റാക്ക് പേഷ്യൻസ് ലൈഫ് ലോങ് മെഡിക്കേഷൻസ് പിന്നെ എടുക്കേണ്ടി വരുമോ? അത് ഫോളോ അപ്സ് ആയിട്ട് എല്ലാവരും ചോദിക്കുന്ന കാര്യമാണ്, ഡോക്ടറെ എനിക്ക് BP ഉണ്ട് അല്ലെ ഷുഗർ ഉണ്ട്, അയ്യോ മരുന്ന് വേണ്ട, തുടങ്ങിയാൽ പിന്നെ ഇത് നിർത്താൻ പറ്റില്ല. നമ്മൾ എല്ലാ ദിവസവും വിശക്കുമ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുമല്ലോ, ഇനി എന്നും കഴിക്കേണ്ടി വരും എന്ന് വെച്ച് നമ്മൾ ആഹാരം കഴിക്കാതിരിക്കുന്നില്ല. അപ്പോൾ അസുഖമുള്ള ആൾക്കാർ കറക്റ്റായിട്ട് മെഡിസിൻസ് കഴിക്കണം. ഇപ്പോൾ ഹാർട്ട് അറ്റാക്ക് കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു 1 ഇയർ വരെ നോർമലി മെഡിക്കേഷൻസിൻ്റെ എണ്ണം കൂടുതലായിരിക്കും. ഇപ്പോൾ കാർഡിയോളജി നമ്മുടെ പ്രിസ്ക്രിപ്ഷൻ എടുത്താൽ കുറേ മെഡിസിൻസ് ഉണ്ടാവും. പക്ഷേ ഈ മെഡിസിൻസ് എല്ലാം എടുക്കുന്ന ഹാർട്ടിൻ്റെ ഫംഗ്ഷൻ മെയിൻറ്റെയിൻ ചെയ്യാനും വീണ്ടും ബ്ലോക്ക് വരാതിരിക്കാനും, നമ്മൾ ആൻജിയോപ്ലാസ്റ്റിയാണ് ചെയ്തതെങ്കിൽ അതിൽ സ്റ്റെൻറ്റ് ഉണ്ടെങ്കിൽ അത് ബ്ലോക്ക് ആവാതിരിക്കാൻ, രക്തം കട്ട പിടിക്കാതിരിക്കാനുള്ള മെഡിസിൻസ്, കൊളസ്ട്രോൾ ലെവൽസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാറ്റിൻസ് എന്ന് പറയുന്ന ഗ്രൂപ്പ് ഓഫ് മെഡിസിൻസ്, പിന്നെ ഹാർട്ടിൻ്റെ പമ്പിങ് ഫംഗ്ഷൻ കുറവുള്ള ആൾക്കാർക്ക് അതിനുവേണ്ടി പ്രത്യേക മെഡിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ഹാർട്ടിൻ്റെ പോയ ഫംഗ്ഷൻ തിരിച്ചു കിട്ടാനും ഇനി ഫർദർ ഡിറ്ററേഷൻ വരാതിരിക്കാനും വീണ്ടും ഹാർട്ട് അറ്റാക്ക് വരാതിരിക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മെഡിസിൻസ് കഴിക്കുന്നത്. അപ്പോൾ യൂഷ്വലി ഒരു 1 ഇയർ കഴിഞ്ഞാൽ നമ്മൾ മെഡിക്കേഷൻസിൻ്റെ എണ്ണവും ഡോസും നമുക്ക് നല്ല രീതിയിൽ കുറയ്ക്കാൻ പറ്റും. സബ്സിക്വൻ്റ്ലി നമ്മൾ പടിപടിയായി മരുന്ന് കുറച്ച്, പക്ഷേ ഒരിക്കലും മെഡിസിൻ ഇല്ലാത്ത ഒരു സാഹചര്യം വരത്തില്ല. ഹാർട്ട് അറ്റാക്ക് കഴിഞ്ഞാൽ ഒരിക്കൽ ഹാർട്ട് അറ്റാക്ക് വന്ന പേഷ്യൻറ്റിന് വീണ്ടും വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നമ്മൾ സെക്കൻഡറി പ്രിവെൻഷൻ എന്ന് പറയും. അപ്പോൾ അത് തീർച്ചയായിട്ടും മെഡിക്കേഷൻസ് ലൈഫ് ലോങ് ആയിട്ട് കഴിക്കേണ്ടതാണ്. പിന്നെ നമ്മുടെ നാട്ടിൽ കേരളത്തിൽ ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും ഒക്കെ വളരെ കൂടുതലാണ്, വളരെ കോമൺ ആണ്, വളരെ ഹൈ പെർസെൻറ്റേജ് ആണ്. അപ്പോൾ നമ്മൾ കേരളം നമ്മുടെ നാട്ടിൽ ആക്ച്വലി ഹെൽത്ത് ക്യാപിറ്റലാണ്. എല്ലാ ഇൻഡിസസും നമ്മൾ കേരളം വളരെ മുമ്പിലാണ്. പക്ഷെ അതുപോലെ തന്നെ ഡയബറ്റീസിൻ്റെ കാര്യത്തിൽ നമ്മൾ വളരെ മുമ്പിലാണ്. അപ്പോൾ ഹാർട്ടിൻ്റെ മാത്രമല്ല, ഇപ്പോൾ ഹാർട്ട് പേഷ്യൻസിന് ഡയബറ്റീസ് ഉണ്ടെങ്കിൽ അതിൻ്റെ മെഡിസിൻസ് കഴിക്കണം, BP ഉണ്ടെങ്കിൽ അതിൻ്റെ മെഡിസിൻസ് കഴിക്കണം, ഇതെല്ലാം നമ്മൾ കൊളസ്ട്രോൾ ഉണ്ടെങ്കിൽ അത് കഴിക്കണം, അതെല്ലാം നമ്മൾ കൺട്രോൾ ചെയ്ത് പോകണം. അപ്പോൾ പലരും പറയും മെഡിസിൻ എടുത്ത് പ്രശ്നമാകുമോ എന്നുള്ളത്. അപ്പം നമുക്ക് ലോകത്ത് സൈഡ് എഫക്റ്റ് ഇല്ലാത്ത പച്ചവെള്ളം മാത്രമേ ഉള്ളൂ. പക്ഷേ എങ്കിലും നമ്മൾ ഒരു ആവറേജ് ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ എല്ലാത്തിൻ്റെയും സൈഡ് എഫക്ട്സ് <1% ആണ്. അപ്പോൾ ഈ 1% താഴെയുള്ള സൈഡ് എഫക്റ്റിനെ നമ്മൾ പേടിച്ച് 99% ബെനിഫിറ്റ് നമ്മൾ എടുക്കാതിരിക്കുന്നത് കറക്റ്റ് അല്ല. വളരെ പുതിയ അറിവുകളാണ് സാറ് നമ്മളോട് ഈ സെഷനിൽ പങ്കുവച്ചത്. ഒരുപാട് നന്ദി. താങ്ക് യു സർ. അവസാനമായിട്ട് സാറിന് എന്താണ് നമ്മുടെ ഒരു ബെറ്റർ ഹാർട്ട് ഹെൽത്തിന് വേണ്ടിയിട്ട് പ്രേക്ഷകരോട് പറയാനുള്ളത്? മറിയം, പ്രേമം സിനിമ കണ്ടിട്ടുണ്ടോ? യെസ്. അപ്പോൾ അതിൽ ജാവയെ പറ്റി പറയാറുണ്ട്. ജാവ സിമ്പിളാണ്, പവർഫുള്ളാണ്, റോബസ്റ്റ് ആണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഹൃദയവും വളരെ സിമ്പിളായിട്ടുള്ളൊരു ഓർഗനാണ്, വളരെ പവർഫുള്ളായിട്ടുള്ള നമുക്ക് വേണ്ടി ആക്ട് ചെയ്യുന്നൊരു ഓർഗനാണ്, വളരെ റോബസ്റ്റ് ആയിട്ടുള്ള ഓർഗനാണ്. അപ്പോൾ ഇതിൻ്റെ റോബസ്റ്റ്നെസ് അത് അങ്ങനെ തന്നെ കീപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം ഹൃദയം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിനുള്ള
പ്രാഥമികമായ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് സംസാരിച്ചത്. അപ്പോൾ പ്രധാനമായിട്ടും ഹാർട്ട് അറ്റാക്ക് വരാതിരിക്കാൻ നമ്മൾ അവയർനെസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ രോഗലക്ഷണങ്ങൾ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുക, ഇത് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് വരുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുക. മെയിനായിട്ടുള്ള റിസ്ക് ഫാക്ടേഴ്സ് ഹൈപ്പർ ടെൻഷൻ, ഡയബറ്റിസ്, കൊളസ്ട്രോൾ, സ്മോക്കിംഗ്, ഫാമിലി ഹിസ്റ്ററി, ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കുക. നമ്മളെല്ലാവരും അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള എല്ലാവരുടെയും ഇപ്പോൾ നമ്മുടെ പേരൻസിൻ്റെ BP എത്രയാണ്, ഷുഗർ എത്രയാണ്, കൊളസ്ട്രോൾ എത്രയാണ്, ഇത് കൺട്രോൾഡ് ആണോ, നമ്മുടെ വാല്യൂസ് എത്രയാണ്, ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ലൈഫ് സ്റ്റൈലിലും ഡയറ്റിലും വേണ്ട മോഡിഫിക്കേഷൻസ് വരുത്തണം. സംശയങ്ങളുള്ള പേഷ്യൻസ് ഒരിക്കലും അത് സ്വയം ചികിത്സയോ ഗൂഗിൾ ചികിത്സയോ ചെയ്യാതിരിക്കുക. ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ഡോക്ടറെ കണ്ട് അതിന് പ്രോപ്പറായിട്ട് സയൻറ്റിഫിക് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുക. എല്ലാവർക്കും നല്ല ഹൃദയം നേരുന്നു. നാടിന് നല്ല ഹൃദയം ഉണ്ടാകട്ടെ. ഇനി ഈ വിഷയത്തിൽ നമ്മോട് കൂടുതൽ സംസാരിക്കാൻ ഡോക്ടർ സാജൻ അഹമ്മദാണ് ചേരുന്നത്. നമുക്ക് ഈ കാർഡിയോ വാസ്കുലർ തൊറാസിക് ഈ ഒരു വിഭാഗത്തിൽ ഏതൊക്കെ രീതിയിലുള്ള സർജറീസ് ആണ് സാധാരണ കണ്ടുവരുന്നത്? കാർഡിയോതൊറാസിക് സർജറി എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു വലിയ ബ്രാക്കറ്റിനകത്ത് വരുന്ന ഒരു വലിയ സീരീസ് ഓഫ് അസുഖങ്ങളുടെ ഒരു ചികിത്സാ സംവിധാനമാണ്. അത് ഇപ്പോൾ സബ് സ്പെഷ്യാലിറ്റീസ് ആയിട്ട് വന്നിട്ടുണ്ട്. അതായത് അഡൽട്ട് കാർഡിയക്, അതായത് മുതിർന്ന ആൾക്കാർക്കുണ്ടാകുന്ന അസുഖങ്ങൾ ചികിത്സിക്കുന്ന ഒരു വിഭാഗം. പീഡിയാട്രിക്, അതായത് കൺജനിറ്റൽ, അതായത് ജന്മന ഉള്ള വൈകല്യങ്ങൾ ചികിത്സിക്കുന്ന പീഡിയാട്രിക് വിഭാഗം. പിന്നെ തൊറാസിക്, നമ്മുടെ ലങ്സും നമ്മുടെ നെഞ്ചിൻ്റെ കൂടിനൊക്കെ ഉണ്ടാകുന്ന അസുഖങ്ങൾക്കുള്ള അസുഖങ്ങൾ. പിന്നെ നമുക്ക് വാസ്കുലർ സർജറി, അതായത് നമ്മുടെ രക്തധമനികൾക്കുണ്ടാകുന്ന അസുഖങ്ങൾ. അപ്പോൾ രക്തധമനികൾ എന്ന് പറയുമ്പോൾ അതിന് 2 വിഭാഗമായി കഴിഞ്ഞു. അയോട്ടിക്, മഹാധമനിക്കുണ്ടാകുന്ന അസുഖങ്ങൾക്ക് അയോട്ടിക് സർജറി തന്നെ വേറൊരു സബ് സ്പെഷ്യാലിറ്റി ആയി കഴിഞ്ഞു. അതാണ് ഒരു കാർഡിയോ സർജറി സംബന്ധിച്ചുള്ള ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ളതും ഏറ്റവും അവരുടെ മനസ്സിലൊരു ഇപ്പോൾ ഒരു റെഗുലറായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന ആളാണെങ്കിൽ പോലും അവർക്ക് അതായത് ജീവൻ പ്രോബ്ലം വരാൻ സാധ്യതയുള്ള ഒരു അസുഖമായിട്ട് കൺസിഡർ ചെയ്യാവുന്ന ഒരു ചലഞ്ചുള്ളൊരു ചികിത്സാ സംവിധാനമാണ്. പിന്നെ നമ്മുടെ മറ്റ് ബോഡിയിലുള്ള ബാക്കിയുള്ള രക്തധമനികൾക്കുള്ള അസുഖങ്ങൾ, അതായത് പെരിഫറൽ, നമ്മൾ ഹാർട്ടിന് ബ്ലോക്ക് വരുന്നത് പോലെ പ്രക്രിയ അനുസരിച്ച് കയ്യിലും കാലിലുമുള്ള ബ്ലോക്ക് വരാം. അങ്ങനെയുള്ളതെല്ലാം നമുക്ക് ചികിത്സിക്കുന്ന വിഭാഗം. അപ്പോൾ അങ്ങനെ ഒരു നോക്കുകയാണെങ്കിൽ 4ഓ 5ഓ വിഭാഗങ്ങളായിട്ട് മാറിക്കഴിഞ്ഞു ഇപ്പോൾ കാർഡിയോതൊറാസിക് സർജറി. എന്തൊക്കെ മെയിനായിട്ടും വരുന്ന രോഗങ്ങൾ എന്താണ് ഈ ഒരു ഇതിൽ? നമ്മൾ ഏതൊരു കാർഡിയക് യൂണിറ്റിൽ പോയാലും അവിടെ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഹാർട്ടിൻ്റെ ബൈപ്പാസ് ഓപ്പറേഷനാണ്. അതായത് ഹാർട്ടിൻ്റെ ഹൃദയധമനികൾക്ക് വരുന്ന ബ്ലോക്കുകളും അതിൻ്റെ ചികിത്സകളുമാണ്. എനിക്ക് തോന്നുന്നത് കാർഡിയക് സർജറിയിൽ മാത്രമല്ല, കാർഡിയോളജി സൈഡിൽ നോക്കിയാലും ഏറ്റവും കൂടുതൽ ഒരു ട്രീറ്റ്മെൻറ്റ് ആയിട്ട് ആൾക്കാർ വരുന്നത് ഈ ധമനികൾക്കുള്ള പ്രോബ്ലംസ് ആയിട്ടായിരിക്കും. നമുക്കിപ്പോൾ ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ എന്തൊക്കെ മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള ടെക്നോളജീസാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്? നമ്മുടെ ഹോസ്പിറ്റലിലെ ഈ ഒരു സിസ്റ്റം, അതായത് നമ്മളിപ്പോൾ ഓരോ വർഷം കഴിയുമ്പോൾ നമ്മുടെ മൊബൈലിൻ്റെ ടെക്നോളജി മാറുന്നത് പോലെ തന്നെ എല്ലാ ഗാഡ്ജറ്റ്സിൻ്റെയും ടെക്നോളജി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതൊരു 3-4 ഇയേഴ്സ് ആകുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രീവിയസ് ടെക്നോളജി ഒബ്സലീറ്റ് ആവുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഇപ്പോൾ ഒരു പുതിയ സെറ്റപ്പ് ആയതുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾക്ക് 2 ട്വിൻ തിയേറ്ററാണ്. ട്വിൻ തിയേറ്റർ വിത്ത് അഡ്ജസൻ്റ് ICU കോംപ്ലക്സ് ആണ്. അപ്പോൾ ഞങ്ങളുടെ എല്ലാ സംവിധാനങ്ങളും, അതായത് ഓപ്പറേഷൻ തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഓപ്പറേഷൻ ടേബിൾ, ലൈറ്റ്, ബാക്കിയുള്ള ഹാർട്ട് ലങ് മെഷീൻ, അതിൻ്റെ അഡ്ജസ്റ്റൻ്റായിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങൾ എല്ലാം ഏറ്റവും ആധുനികമായിട്ടുള്ള സംവിധാനമാണ് ഞങ്ങൾക്ക് ചെയ്തു തന്നിരിക്കുന്നത്. നമ്മുടെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ICU കൊണ്ടുവരുമ്പോൾ ICUവിലുള്ള വെന്റിലേറ്റർ ആണെങ്കിലും ബാക്കിയുള്ള എല്ലാ മോണിറ്റേഴ്സും എല്ലാ സംവിധാനങ്ങളും ഏറ്റവും ആധുനികമായിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് എക്യുപ്മെൻറ്റ്സ് ആണ്. അത് ആക്ച്വലി ഒരു പുതിയ സ്ഥലത്ത് പോകുമ്പോൾ ഒരു ടീമിനുള്ള ഏറ്റവും വലിയ സന്തോഷം അതാണ്. സാധാരണ നമുക്ക് ഏറ്റവും ആധുനികമായിട്ടുള്ളത് കിട്ടും. അപ്പോൾ ഇവിടെ ഞങ്ങൾക്കിപ്പോൾ പുതിയ സിസ്റ്റം ആയതുകൊണ്ട് ഏറ്റവും ആധുനികമായിട്ടുള്ള, ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് എക്യുപ്മെൻ്റാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഹാർട്ട് ലങ് മെഷീൻ ഉപയോഗിക്കുന്നത് നമുക്ക് ബേസിക്കലി ഹാർട്ട് എന്ന് പറയുന്നത് നമുക്ക് വേറെ ഏത് ഓർഗൻ പോലെയല്ല. ഹാർട്ട് എന്ന് പറയുന്നത് ഒരു സെക്കൻഡ് പോലും ഹാർട്ട് വർക്ക് ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല. കാര്യം ഹാർട്ട്
പമ്പ് ചെയ്ത് രക്തം ബോഡിയിൽ മറ്റ് അവയവങ്ങൾ കൊടുത്താൽ മാത്രമേ നമ്മുടെ ബോഡിയുടെ ഓരോ കോശങ്ങളും ജീവിച്ചിരിക്കുകയുള്ളൂ. അപ്പോൾ ഹാർട്ടിൻ്റെ ഓപ്പറേഷൻസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ബൈപ്പാസ് ഓപ്പറേഷൻ അത്രയും സിഗ്നിഫിക്കൻ്റ് അല്ല, പക്ഷെ നമുക്ക് ഹാർട്ട് തുറന്ന് അകത്തുള്ള വാൽവ് റിപ്പയറോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഓപ്പറേഷൻസ് ചെയ്യേണ്ട പേഷ്യൻസിന് നമുക്ക് ഹാർട്ട് നിർത്തേണ്ട ഒരു ആവശ്യം വരും. ആ ആവശ്യം വരുമ്പോഴത്തേക്ക് നമുക്ക് ഹാർട്ടിൻ്റെയും ലങ്സിൻ്റെയും ഫങ്ഷൻ ഈ മെഷീനിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് ഹാർട്ടിനെ നമ്മുടെ ബോഡി സിസ്റ്റത്തിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്തിട്ടാണ് ഹാർട്ട് നിർത്തിയിട്ട് നമ്മൾ ഈ വാൽവ് റീപ്ലേസ്മെൻറ്റോ വാൽവ് റിപ്പയറോ അല്ലെങ്കിൽ മറ്റുള്ള ഇപ്പം നമുക്ക് ഈ അതുകൂടാതെ തന്നെ നമുക്ക് ഹാർട്ടിൻ്റെ പേശികൾക്ക് ചില പ്രോബ്ലംസ് വരുമ്പോഴത്തേക്ക് ചെയ്യുന്ന ഓപ്പറേഷൻസ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അതിനുള്ള മെഷീനാണിത്. അപ്പോൾ നമുക്ക് ഏറ്റവും അതിനകത്ത് വളരെ അതായത് ഒരു ഫെയിലിയർ എന്ന് പറയുന്നത് ഡെത്ത് ഓഫ് എ പേഷ്യൻ്റാണ്. അത് കാരണം നമുക്ക് അതിനകത്ത് ഒരു സേഫ്റ്റി എന്ന് പറയുന്നത് 200% സേഫ്റ്റിയിൽ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ സർജൻ്റെ സമയത്തോളം ഏറ്റവും നമുക്ക് അതായത് വൺസ് നമ്മൾ ഹാർട്ട് ലങ് മെഷീനിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് ഹാർട്ട് നിർത്തി കഴിഞ്ഞാൽ പിന്നെ മെഷീനിനെ പറ്റി നമുക്ക് ബോധർ ചെയ്യാൻ പറ്റില്ല. മെഷീൻ നോക്കുന്നത് അതിന് സ്പെഷ്യലി ട്രെയിൻ ടെക്നീഷ്യൻസ് ഉണ്ട്, അതും അവരും അനസ്തെറ്റിസ്റ്റും ചേർന്നിട്ട് റൺ ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് ലൈഫ് സസ്റ്റെയിൻ ചെയ്യുന്ന മെഷീനാണ് ഈ ഹാർട്ട് ലങ് മെഷീൻ. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മെഷീനാണ്. മയക്കി കഴിഞ്ഞാൽ നമ്മൾ വെന്റിലേറ്ററിൽ കൊടുത്തിട്ട് നമ്മൾ കൃത്രിമ ശ്വാസോച്ഛ്വാസം നമ്മളെ ഈ വെന്റിലേറ്റർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് അതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം നമ്മുടെ ബോഡിയിലെ ബ്ലഡ് സർക്കുലേഷൻ മാനേജ് ചെയ്യുന്ന, അതായത് എത്ര ഫ്ലോ ഓരോ ടെമ്പറേച്ചറിലും എത്ര ഫ്ലോ മെയിൻറ്റെയിൻ ചെയ്യണം, എത്ര BP മെയിൻറ്റെയിൻ ചെയ്യണം എന്നെല്ലാം തീരുമാനിക്കുന്ന ഈ മെഷീൻ്റെ ഫ്ലോ ആണ്. ഹൃദയത്തിൽ ബ്ലോക്ക് ഉണ്ടാകുന്ന എല്ലാ രോഗികൾക്കും ഓപ്പൺ ഹാർട്ട് സർജറി ചെയ്യണമെന്നുണ്ടോ? എന്താണ് അതിൻ്റെ ഒരു ക്രൈറ്റീരിയ വരുന്നത്? അല്ല, അങ്ങനെയല്ല. നമുക്ക് മരുന്ന് കൊടുത്ത് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നിനും നമ്മൾ സർജറിയോ അല്ലെങ്കിൽ ആൻജിയോപ്ലാസ്റ്റി ചെയ്യില്ല. അത് മരുന്ന് കൊടുക്കും. ആൻജിയോപ്ലാസ്റ്റി ചെയ്യാൻ പറ്റുന്ന കേസുകൾക്കും ആൻജിയോപ്ലാസ്റ്റി നല്ല റിസൾട്ട് കിട്ടുന്ന കേസുകൾക്കും നമ്മൾ സർജറി ചെയ്യാറില്ല. കാര്യം നമുക്കൊരു സർജറി എന്ന് പറയുന്നത് ഗോഡ് ഗിവൺ ഒരു സാധനത്തിന് നമ്മൾ വയലേറ്റ് ചെയ്ത് കയറി ചെയ്യുന്ന ഒരു ഇൻ്റർവെൻഷനാണ്. അത് നമ്മൾ അങ്ങനെ ചെയ്യാറില്ല. അപ്പോൾ ഇപ്പോൾ നമുക്ക് പുതിയ ഗാഡ്ജറ്റ്സ് വന്നിട്ടുണ്ട്. ഒരുപാട് നമുക്ക് ഹാർഡ്വെയർ, ബയോമെഡിക്കൽ എഞ്ചിനീയേഴ്സ് വേൾഡ് വൈഡ് എല്ലാ ദിവസവും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നവർ ഇതിനകത്ത് ഒരുപാട് ഹാർഡ്വെയർ ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉള്ളതുകൊണ്ട് പണ്ട് ഒരു 10 വർഷം മുമ്പ് അല്ലെങ്കിൽ ഒരു ഈവൺ 5 വർഷം മുമ്പ് നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ പോലും ഇപ്പോൾ ആൻജിയോപ്ലാസ്റ്റി ചെയ്യാൻ പറ്റും. ഹാർട്ട് സർജറി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര നാൾ കഴിഞ്ഞിട്ട് ബാക്ക് ടു നോർമൽ ആവും? ഇത് ചെയ്തതിന് ശേഷം നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? അതെ, അത് വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനാണ്. ആക്ച്വലി ഒരുപാട് പേഷ്യൻസ് നമ്മുടെ അടുത്ത് വരുമ്പോഴത്തേക്ക് സ്കെപ്റ്റിക്കലായിട്ട് വരുന്നതിൻ്റെ കാരണവും അവരുടെ ലൈഫ് ഭയങ്കരമായിട്ട് ചേഞ്ച് ചെയ്ത് അവരുടെ അതായത് നോർമൽ ലൈഫിലേക്ക് പോകാൻ പറ്റത്തില്ല എന്നുള്ളൊരു ഭയത്തിൽ വരുന്ന ആൾക്കാരാണ്. ശരി, അങ്ങനെയല്ല. നമ്മൾ ഇപ്പോൾ സർജറി കഴിഞ്ഞ് നമ്മൾ നോർമലായിട്ട് സർജറി കഴിഞ്ഞാൽ 2 or 3 ഡേയ്സ് പേഷ്യൻ്റ് ICUവിൽ നോക്കുന്ന സമയമുണ്ട്. ആ ICUവിൽ വെച്ച് തന്നെ അവർ ഓൾമോസ്റ്റ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അവരുടെ കാര്യങ്ങൾ നോക്കുന്ന സിറ്റുവേഷനായി കോൺഫിഡൻസ് ആയി കഴിഞ്ഞാലാണ് നമ്മൾ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക. പിന്നെ അത് കഴിഞ്ഞാൽ കൂടെ നിൽക്കുന്ന ആൾക്കാർ അവർക്ക് അവരുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഒരു മോറൽ സപ്പോർട്ട് കൊടുക്കാതെ ഫിസിക്കൽ സപ്പോർട്ടിൻ്റെ ആവശ്യമേ വരില്ല. അവരുടെ കാര്യങ്ങളൊക്കെ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ ഈ 90% ഓഫ് ഹാർട്ട് ഓപ്പറേഷൻസും നമ്മുടെ ബ്രസ്റ്റ് ബോൺ, നമ്മുടെ ഈ ഇവിടുത്തെ ഫ്രണ്ടിലുള്ള ബോൺ കട്ട് ചെയ്ത് ചെയ്യുന്ന ഓപ്പറേഷൻ ആയതുകൊണ്ട് നമ്മളത് ഓപ്പറേഷൻ കഴിഞ്ഞ് നമ്മൾ ഏതൊരു എല്ല് പൊട്ടുമ്പോഴും നമ്മൾ കമ്പിയിട്ട് കെട്ടുന്ന പ്ലേറ്റ് ചെയ്യുന്നത് പോലെ ഇത് കമ്പിയിട്ട് കെട്ടുന്നത് കൊണ്ട് ആ ബോൺ ഹീൽ ചെയ്ത് വരുന്ന സമയം നമ്മൾ ചില കാര്യങ്ങൾ റെസ്ട്രിക്റ്റ് ചെയ്യാൻ പറയും. ലൈക്ക് ഒരു ഹെവി വെയ്റ്റ്സ് ലിഫ്റ്റ് ചെയ്യുന്നതും അല്ലെങ്കിൽ ഡ്രൈവ് ചെയ്യുന്നതൊക്കെ ഫോർ 3 months റെസ്ട്രിക്റ്റ് ചെയ്യാൻ പറയും. അതല്ലാതെ നമുക്ക് നോർമൽ ലൈഫിൽ ഇൻ്റർഫിയർ ചെയ്യുന്ന ഒന്നും തന്നെ ഇല്ല. അതായത് ദേ ക്യാൻ ഗെറ്റ് ബാക്ക് ടു നോർമൽ ആയിട്ട്. ഇൻഫാക്ട് ഞാൻ എൻ്റെ പേഷ്യൻസിനോട് ഞാൻ ഇപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞാൽ ഫസ്റ്റ് 2 to 3 weeks അവർക്ക് ഈ റോ വൂൺസ് ഒക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞാൽ ഞാൻ 2 weeks കഴിഞ്ഞാൽ അവർ റെഗുലറായിട്ട് ഇപ്പോൾ എസ്പെഷ്യലി പ്രായമുള്ള സ്ത്രീകളൊക്കെ ആണെങ്കിൽ അവരുടെ അടുക്കള പണി ചെയ്യാൻ പറയും. നമ്മുടെ മെയിൽസ് ആണെങ്കിൽ അവരുടെ നോർമലായിട്ട് അവർ വീട്ടിലെ നോർമൽ എന്തൊക്കെ ആക്ടിവിറ്റീസ് ചെയ്യും. ഇപ്പം തുമ്പെടുത്ത് വെട്ടുകയോ അങ്ങനെയൊന്നുമില്ല, ഗാർഡനിങ് ഒക്കെ ചെയ്യാം, അവർക്ക് നനയ്ക്കാം, അങ്ങനെ എല്ലാം ചെയ്യാം. അതായത് അവർ എത്രയും വേഗം അവർ ബാക്ക് ടു നോർമൽ ആവും അത്രയും ഫാസ്റ്റ് ആയിരിക്കും അവരുടെ റിക്കവറി. നമുക്കിപ്പോൾ ഒരു ഹാർട്ടിൻ്റെ സർജറി കഴിഞ്ഞ് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? വളരെ ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. കാര്യം ഏറ്റവും കൂടുതൽ പേഷ്യൻ്റ് കൺസേൺ ഉള്ളൊരു കാര്യം ഇതാണ്. ബൈസ്റ്റാൻഡേഴ്സിന് എഡ്യൂക്കേറ്റഡ് ആയിരിക്കത്തില്ല, അത് കാരണം ഒരു പ്രോബ്ലം ഉണ്ട്.
നമുക്ക് പേഷ്യൻസിന് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പേഴ്സണൽ ഹൈജീൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പല ആൾക്കാരും ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുളിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ കുളിക്കും, പക്ഷേ മുറിവിൻ്റെ ഭാഗത്ത് സോപ്പ് തേക്കത്തില്ല, വൃത്തിയാക്കത്തില്ല. അതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട്. അപ്പോൾ പേഴ്സണൽ ഹൈജീൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ നല്ല നോർമലായിട്ടുള്ള മറ്റേ വാട്ടർ ബാത്ത്, ഹെഡ് ആൻഡ് ബോഡി വാട്ടർ ബാത്ത് വേണം. നല്ല ഭക്ഷണം വേണം. നല്ല ഭക്ഷണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വെള്ളം അല്ലെങ്കിൽ സോപ്പ് ഉപയോഗിക്കുന്നതുകൊണ്ട് ഇൻഫെക്ഷ്യസ് ആവാനുള്ള ചാൻസ് ഒന്നും സോപ്പ് എന്ന് പറയുന്നത് ആക്ച്വലി സോപ്പും വാട്ടറാണ് ഏറ്റവും നല്ല ഡിസിൻഫെക്റ്റൻറ്റ്. നമ്മളത് ഫിസിക്കലി വാഷ് ചെയ്ത് കളയണം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെയാണ് നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡും കഴിക്കണം. കാര്യം ഒരു മേജർ സർജറി കഴിയുമ്പോൾ പേഷ്യൻറ്റിന് കൺവാലസൻ ഫേസിൽ നല്ല എനർജി വേണം. നന്നായിട്ട് ഭക്ഷണം കഴിക്കണം. ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കണം. നമുക്ക് നമ്മുടെ അസുഖത്തിന് നമ്മൾ എന്തൊക്കെ പ്രീവിയസ് അസുഖങ്ങളുള്ളത് അതിന് കണക്കാക്കി. ഇപ്പോൾ ഡയബറ്റിക് പേഷ്യൻ്റ് ആണെങ്കിൽ ഡയബറ്റീസിനനുസരിച്ചുള്ള നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക. അപ്പോൾ നല്ലതായിട്ട് ഫുഡ് കഴിക്കണം. നല്ല ആഡിക്വറ്റ് റെസ്റ്റും വേണം. നമുക്ക് എന്താ പറയുക, നമുക്കൊരു ഫാസ്റ്റ് റിക്കവറി വേണമെന്ന് പറഞ്ഞ് നമ്മൾ ഓവർഡു ചെയ്താലും നമുക്ക് ബോഡി റിക്കവറിക്ക് സമയം കിട്ടില്ല. അപ്പോൾ അത് നമുക്ക് ബോഡി റിക്കവറിക്ക് ഉള്ള ഒരു ആഡിക്വറ്റ് റെസ്റ്റ് വേണം. അപ്പോൾ നല്ല റെസ്റ്റ് വേണം, നല്ല ന്യൂട്രീഷൻ വേണം, നല്ല ഹൈജീൻ വേണം. ഇത് മൂന്നും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഇനീഷ്യൽ ഫേസ് അത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്കൊരു അസുഖം വരുന്നത് പ്രിവെൻറ്റ് ചെയ്യണം. പക്ഷേ നമുക്കിപ്പോൾ ഓൾറെഡി അസുഖം വന്നുപോയി. അപ്പോൾ സെക്കൻഡറി പ്രിവെൻഷൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ സെക്കൻഡറി പ്രിവെൻഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്നുള്ളതാണ്. നമ്മുടെ ഹാർട്ട് ഡിസീസും 95% 99% ലൈഫ് സ്റ്റൈൽ ഡിസീസാണ്. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ ശൈലി വ്യത്യാസപ്പെടുത്താൻ പറ്റും അതെല്ലാം വ്യത്യാസപ്പെടുത്തണം. കാര്യം നമുക്ക് ഹാർട്ടിന് അസുഖം വരുന്നതിനകത്ത് ഡയബറ്റീസും പ്രഷറും കൊളസ്ട്രോളും അങ്ങനെ ഒരുപാട് അസുഖങ്ങളുടെ ഒരു നിര എല്ലാം ഉണ്ടെങ്കിലും നമ്മുടെ ജീവിതശൈലി, അതായത് നമ്മുടെ എക്സസൈസ് ഇല്ലായ്മ, സ്മോക്കിംഗ്, ആൽക്കഹോളിസം, നമ്മുടെ ആക്ടിവിറ്റി ഇല്ലായ്മ, ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതെല്ലാം നമുക്ക് കുറേശ്ശെ നമ്മുടെ ലൈഫിൽ തിരിച്ചു കൊണ്ടുവന്നിട്ട് നമുക്ക് ഇനി ഭാവിയിൽ ഇപ്പോൾ നമുക്കൊരു ആൻജിയോപ്ലാസ്റ്റി ചെയ്താലും സർജറി ചെയ്താലും നമ്മൾ അപ്പോഴുള്ള ബ്ലോക്കിന് മാത്രമാണ് നമ്മൾ അത് ചെയ്യുന്നത്. അപ്പോൾ ഇനി വരാതിരിക്കാനായിട്ട് നമ്മൾ പ്രൊട്ടക്റ്റ് എന്ന് പറയുന്നത് ഇതെല്ലാം നമ്മൾ ചെയ്യണം. നമ്മളെ ലൈഫിലേക്ക് എക്സസൈസ് കൊണ്ടുവരണം. നമ്മുടെ ബാഡ് ഹാബിറ്റ്സ് ഉണ്ടെങ്കിൽ അതെല്ലാം പേഴ്സണൽ ഹാബിറ്റ്സ് നമ്മൾ അവോയ്ഡ് ചെയ്യണം. ടൊബാക്കോ യൂസും കറണ്ട് അവോയ്ഡ് ചെയ്യണം. നമുക്ക് നല്ല എക്സസൈസ് വേണം. എക്സസൈസ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഇപ്പോൾ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് അതായത് വാക്കിംഗ് അറൗണ്ട് 20 മൈൽസ് എ വീക്ക് എന്നാണ്. അതായത് അറൗണ്ട് 30-35 കിലോമീറ്റേഴ്സ് എ വീക്ക് എന്നാണ്. എൻ്റെ പ്രാക്ടീസ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരു ദിവസം അവധി വേണമെന്നുണ്ട്. അപ്പോൾ ആഴ്ചയിൽ 6 ദിവസം 5 കിലോമീറ്റേഴ്സ് നടക്കുക, ഒരു ദിവസം റെസ്റ്റ് എടുക്കുക. അതാണ് ഞാൻ പറയാം. അപ്പോൾ നമുക്ക് അങ്ങനെ ഹെൽത്തി ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഇന്നത്തെ ആധുനികമായ ചികിത്സാ സംവിധാനങ്ങളുടെ ഇടയിൽ നമുക്ക് ഒരു ഹാർട്ടിൻ്റെ പ്രോബ്ലം വരാനുള്ള സാധ്യത വളരെ വിരളമാണ്. വളരെ വ്യത്യസ്തമായ അറിവുകളാണ് സാർ ഈ ഒരു സെഷനിലൂടെ നമുക്ക് പകർന്നു തന്നത്. ഒരുപാട് സന്തോഷം. നന്ദി സാർ. താങ്ക് യു. ഇനി നമ്മുടെ പ്രേക്ഷകരോടായിട്ട് സാറിന് എന്താണ് പറയാനുള്ളത്? പ്രേക്ഷകരോട് പറയാനുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ. നിങ്ങൾക്ക് മെഡിക്കൽ അഡ്വൈസ് വേണമെങ്കിൽ ഡോക്ടറോട് മാത്രം ചോദിക്കുക. നമുക്ക് എപ്പോഴും ഞാൻ കണ്ടിട്ടുള്ളത്, ഞാനിപ്പം 26 വർഷമായിട്ട് കാർഡിയോസർജനായിട്ട് വർക്ക് ചെയ്യുന്നു. നമ്മൾ ഒരു അഡ്വൈസ് കൊടുത്ത് വിട്ട് കഴിഞ്ഞാൽ അപ്പോൾ അവിടെ വീട്ടിൽ പോയിട്ട് നാട്ടുകാർ പറയുന്ന കാര്യങ്ങൾ കേട്ട് തെറ്റിദ്ധാരണകൾ മാത്രം പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അത് ദയവ് ചെയ്യരുത്. ഡോക്ടർമാർ പറയുന്ന അഡ്വൈസ് മാത്രം ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈഫ് സുരക്ഷിതമായിരിക്കും.